മലയാള സിനിമയിലെ ടെറർ പ്രൊഡ്യൂസർ എന്നൊരു വിളിപ്പേരുണ്ടോ? ഉണ്ട്. ഒരു പക്ഷേ ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ കർക്കശമായി നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ അത് സ്വാഭാവികമായിട്ടും. അതെ. അപ്പോൾ എന്ന് പറയുമ്പോൾ ആ ഫീൽഡിൽ നിൽക്കുകയും അത്രയും ശക്തമായി നിൽക്കുകയും അത്രയും ബോൾഡായി നിൽക്കുകയും അതേസമയം ഈ ദിവസങ്ങൾ കേൾക്കുന്നത് പാനിക് അറ്റാക്കിനെ പറ്റിയാണ്, മെന്റൽ ട്രോമയെ പറ്റിയാണ്, പേടികളെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരേ സമയം ബോൾഡും ഇമോഷണലി വീക്ക് ആവാൻ പറ്റുമോ ഒരാൾക്ക്? എനിക്ക് തോന്നുന്നു എന്റെ ഈ ബോൾഡ് ഇമേജ് എന്ന് പറയുന്നത് ഒരു പുറം ചട്ട മാത്രമായിരുന്നു. ഞാനൊരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചത്, ഒരു ഗേൾസ് സ്കൂളിൽ പഠിച്ചു വന്ന, അധികം ബേസിക്കലി പറയുകയാണെങ്കിൽ അധികം പുരുഷന്മാരെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. സിനിമ വന്നതിന് ശേഷമാണ് പല എക്സ്പീരിയൻസസിൽ കൂടെ കടന്നു പോകുന്നത്. അതിന് ശേഷമാണ് ഇപ്പൊ ഈ ടെറർ പ്രൊഡ്യൂസർ എന്നുള്ള എന്റെ ടാഗ് ഇട്ടത് എന്റെ എക്സ് പാർട്ട്ണറാണ്. അപ്പൊ അത് ഉണ്ടായാൽ നല്ലതാണ്. കാര്യം എന്റെ ഒരു വൾണറബിൾ സൈഡ് അല്ലെ, ഞാൻ വീക്കായ അല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ആളുകൾ അറിയണ്ട. അതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരിക്കാം അത്. ഞാൻ പറഞ്ഞ ആ കർശന സ്വഭാവം സെറ്റിൽ സഹപ്രവർത്തകരോട്, അസിസ്റ്റൻസിനോടൊക്കെ ഒരു മോശം പെരുമാറ്റമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ വീണ്ടും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്, വീണ്ടും വരാറുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കും. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ഇപ്പം ആവശ്യമില്ലാതെ ഇപ്പൊ അവര് പറയാണ് എല്ലാ സാധനങ്ങളും പോട്ടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സമ്മതിക്കില്ല. അത് വേണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മതി. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താൻ നാം സമ്മതിക്കും. അസോസിയേഷനിൽ ഞാനൊരു കംപ്ലൈന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, ഓക്കെ കംപ്ലൈന്റ് വന്നു, അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഉടനെ രണ്ടുപേരും വിളിച്ചെടുത്തുന്നു, പല അസോസിയേഷൻസിൽ നിന്ന് ആൾ വരുന്നു, അമ്മയെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ വരുന്നു, ഫെഫ്കെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ വരുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ്, എല്ലാവരും ഒന്നും കൂടി ഇരിക്കും. മുഴുവൻ ആണുങ്ങൾ ഇരുന്നിട്ട് ഒരു വലിയ ടേബിളിന്റെ ചുറ്റും ഒരു 10-12 ആണുങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഇരുന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചോദിക്കും, സാൻഡ്രക്ക് എന്താ വേണ്ടത്? കാശ് വേണ്ടേ? അപ്പൊ കാശ് വേണ്ടേ എന്ന് ചോദിക്കും. കാശ് വേണ്ടേന്ന് ചോദിച്ചാൽ കാശ് എനിക്ക് കാശല്ല വേണ്ടത്. ഇത് ഒരു വർഷം മുൻപുള്ള ഒരു പ്രതികരണമാണ് എന്ന് പറഞ്ഞാൽ സാന്ദ്ര ഇപ്പോൾ പറയുന്ന അത്രയും ഷാർപ്പായി പറയുന്നില്ലെങ്കിൽ കൂടിയും അന്ന് മുതലേ ഈ പറഞ്ഞ കൺസേൺ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ വർഷങ്ങളായി പറയുന്നതാണ്. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ഈ ടോർച്ചർ അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ശക്തമായി തന്നെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ പോലും ഞാൻ പലരുടെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ട് പോലും അവർ വെളിയിൽ വന്ന് എന്തുകൊണ്ടും മിണ്ടുന്നില്ല. അത് മിണ്ടാത്തതിന്റെ കാരണം എനിക്ക് ഒരുപാട് നാളത്തെ ചരിത്രം പറയാനുണ്ട്. ഇപ്പം ഷെയ്ൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കുടുംബത്തിനകത്ത് തീർക്കേണ്ട വിഷയം വെളിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു, ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ നിർത്തേണ്ടതില്ലായിരുന്നു. അതുപോലെ തന്നെ ശ്രമിച്ച ഒരാളാണ് ഞാനത് മാക്സിമം അവിടെ തന്നെ നമുക്ക് കറക്ഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അതിനകത്ത് കറക്ഷൻ സംഭവിക്കേണ്ടത്. അല്ലാതെ പുറത്തു വന്ന് പൊതുസമൂഹമല്ല അതിനെ ജഡ്ജ് ചെയ്യേണ്ടതെന്നൊരു ഉണ്ടായിരുന്നു. ഞാൻ 86 അപ്പോൾ 91-ൽ സാന്ദ്ര ബാലതാരമായ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലതാരമായ കുറേ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈഡേ വരുന്നു. അതിനുശേഷം ഫ്രൈഡേ ഈ പറഞ്ഞ ഫിലിം ഹൗസ് വരുന്നുണ്ട്. കുറേ സിനിമകൾ പിന്നെയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു 20 വർഷമെങ്കിലും മലയാള സിനിമയുമായി ബന്ധമുള്ള എംപ്ലോയറായി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറായി നിൽക്കുന്ന എന്താണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ് സാന്ദ്ര വന്നൊന്ന് പറയുകയാണ്, എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ എനിക്ക് പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതവർ കേട്ടില്ല എന്ന് മാത്രമല്ല, അവരെന്നെ വിളിച്ചു വരുത്തി എന്നെ അപമാനിച്ചു, അവരെന്നെ വിളിച്ചു വരുത്തി എൻ്റെ ഷർട്ടിന്റെ ബട്ടൺ നോക്കി കളിയാക്കി ചിരിച്ചു. അതങ്ങനെ പറയേണ്ടി വരുന്നൊരു ഗതികേടാണ് സാന്ദ്ര. അതിന്റെ കേസും വ്യവഹാരങ്ങളൊക്കെ പോട്ടെ, ഒരാൾക്ക് വന്ന് പറയേണ്ടി വരിക, അതെന്തൊരു ഗതികേടാണ്. തീർച്ചയായിട്ടും അത് ഇപ്പം എൻ്റെ ഈ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലെ അഭിനയിച്ച കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. ഇപ്പം സ്കൂളിലൊക്കെ എനിക്കൊരു സിനിമാ നടി ഇമേജ് ആയിരുന്നു. ഏത് സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും ഒക്കെ സിനിമാ നടിയാണ്. പക്ഷെ എന്നാൽ നമ്മളൊരു ചെറുതായിട്ട് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരിക്കലും വീണ്ടും സിനിമാ നടിയായി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എനിക്ക് കൊച്ചിലെ ഉണ്ടായ ട്രോമയാണ്. എനിക്ക് തോന്നുന്നത് സിനിമയിൽ വന്നിട്ടുള്ള 90% കുട്ടികളും ഈ ട്രോമയെ കൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അതിൽ പലതും ഉണ്ട്. ഈ പല ബാലപീഡനങ്ങളും എന്ന് വെച്ചാൽ എന്നെ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ പല ട്രോമകളിൽ കൂടെയും കടന്നു പോകുന്ന ആളുകൾ പിന്നീട് സിനിമയിലേക്ക് എനിക്കതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു അഭിനേതാവാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. അതിന്റെ കാരണം എന്താ, ഞാൻ പവർ പൊസിഷനില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നതും ഞാൻ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നതും. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നത് ഹേമ കമ്മിറ്റി നമ്മൾ വായിച്ചു, കാര്യം ശരിയുണ്ടെങ്കിൽ കൂടിയും
സിനിമയ്ക്കകത്ത് ഇൻ ഹൗസിൽ നിൽക്കുന്ന ഒരാളുടെ മുഖാമുഖം കേൾക്കുമ്പോൾ ഞെട്ടലാണ്. എന്നാൽ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സാന്ദ്ര പറയുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരുപാട് കുട്ടികൾ സിനിമയിൽ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികളുണ്ട്. അതിപ്പം റിപ്പോർട്ടിൽ തന്നെ അങ്ങനെ പല പോക്സോ കേസുകളും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇവര് പുരുഷന്മാർ എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് വീക്കർ ആയിട്ടുള്ള ആളുകളെയാണ്. അത് പലപ്പോഴും കുട്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഡിവോഴ്സായി വന്ന് നിൽക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വൾണറബിൾ സിറ്റുവേഷനിലാണ്. അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് കൂടുതൽ ഈസി ടാർഗറ്റ് എന്ന് പറയുന്നത്. വേട്ടക്കാർ എന്ന് വിളിക്കുന്നത് ഒട്ടും കൂടുതലല്ല, ഒട്ടും കൂടുതലല്ല. കാര്യം അവരത് മനസ്സിലാക്കി അങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്താണ് പിടിച്ചറ്റാക്ക് ചെയ്യുന്നത്. ഒരിക്കലും അവർ വന്ന് പുറത്തേക്ക് വന്ന് പറയില്ല. കാര്യം അവർക്ക് വേറെ ട്രോമ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും രക്ഷകരായിട്ടായിരിക്കും വരിക. കുട്ടികളാണെങ്കിൽ ഇവരത് മനസ്സിലാക്കാൻ ഒരുപാട് വർഷങ്ങൾ കഴിയണം. ആ ട്രോമ അവരുടെ ആയുഷ്കാലത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായിട്ടും. പിന്നെ ഇതെല്ലാം മണി പവറും ഇതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നവർക്ക് പൈസ കൊടുത്തൊതുക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി നടക്കുന്ന ഒരു കാര്യമാണ്.